നമോ ഭഗവതേ വാസുദേവായ. നാരായണം കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവീ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. രുക്മിണി ദ്വാരകധീശ് ഭഗവാൻ കി. സൗണ്ട് പോരാ. രുക്മിണി ദ്വാരകധീശ് ഭഗവാൻ കി. ഹരേ കൃഷ്ണ. വളരെ വളരെ പുണ്യ സ്ഥലമായ ദ്വാരകാപുരിയിലാണ് നമ്മളുള്ളത്. സ്പീക്കർ എവിടെയാണ്? മേലെ ആ സ്റ്റെപ്പിൻ്റെ മേലെ. വളരെ പുണ്യ സ്ഥലമായ ദ്വാരകാ നഗരിയിലാണ് നമ്മളുള്ളത്. ഹരേ കൃഷ്ണ. കേൾക്കാമോ? നേരത്തെ കുറച്ചും കൂടെ നന്നായിട്ട് കേൾക്കാമായിരുന്നല്ലേ? എന്തെങ്കിലും സ്റ്റൂൾ പോലെ എന്തെങ്കിലും. ഭാരതത്തിൽ ഒരുപാട് പുണ്യ സ്ഥലങ്ങളുണ്ട്. അതിലും പ്രത്യേകിച്ച് 7 നഗരമാണ് വളരെ പരിഭാവനമായ സ്ഥലമായി പറയുന്നത്. ബദ്രിനാഥ്, ഹിമാലയത്തിൽ ബദ്രികാശ്രമം. പിന്നെ പശ്ചിമ ബംഗാളിൽ നവദ്വീപ് അല്ലെങ്കിൽ മായാപൂർ. പിന്നെ ജഗന്നാഥ് പുരി, ഒറീസയിൽ ജഗന്നാഥ് പുരി. പിന്നെ ദക്ഷിണേന്ത്യയിലെ രാമേശ്വരം, ശ്രീരംഗം, അങ്ങനെ അയോധ്യ, ഉജ്ജയിൻ, ദ്വാരക. ഈ സ്ഥലങ്ങളെയൊക്കെ വളരെ വളരെ പുണ്യ സ്ഥലമായി പറയുന്നു. ഭൗതിക ലോകത്തിലാണെങ്കിലും ഭൗതിക ലോകത്തിൻ്റെ സ്വാധീനം ഈ സ്ഥലങ്ങളിലില്ല എന്നാ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തെക്ക് വശം തിരുവിതാംകൂർ തൊട്ട് കാസർഗോഡ്, പിന്നെ മംഗലാപുരം, ഗോകർണം, അങ്ങനെ ഈ വെസ്റ്റേൺ ഘാട്ട് മുഴുവനും, പടിഞ്ഞാറ് വശത്ത് മുഴുവനും
അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഈ എല്ലാ ക്ഷേത്രങ്ങളുടെ വിഗ്രഹവും ദ്വാരകയിലിരുന്ന് വന്നതാണ്. എത്ര പേര് ഗുരുവായൂർ പോയിട്ടുണ്ട്? എല്ലാവരും പോയി. ആ ഗുരുവായൂരപ്പൻ വിഗ്രഹം എവിടെ നിന്നാണ് കിട്ടിയത്? ദ്വാരകയിൽ നിന്ന് കിട്ടിയതാണ്. ഉടുപ്പി പോയിട്ടുണ്ടോ? ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആ ഉടുപ്പി വിഗ്രഹവും ദ്വാരകയിലിരുന്ന് കിട്ടിയതാണ്. ഗോകർണം, ഇങ്ങനെ ഭാരതത്തിൻ്റെ പശ്ചിമ ദിശയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ വിഗ്രഹങ്ങളും എല്ലാം എവിടെ നിന്ന് പോയതാ? ഈ ദ്വാരകയിലിരുന്ന് പോയതാ. ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാന് 16,108 പത്നിമാർ. എത്ര പേരാ? 108 പത്നിമാർ. എന്നാലും ഭഗവാൻ ഇവരുടെ കൂടെ ആരുടെ കൂടെയും കാണത്തില്ല. ഇവരെല്ലാവരും ഓരോ വിഗ്രഹം വെച്ചാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. രുക്മിണി, സത്യഭാമ, ജാമ്പവതി, ഈ പത്നിമാരെല്ലാം ഭഗവാന്റെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചു കൊണ്ടിരുന്നു. ഇവരും ഭഗവാനെ ദിവസവും നേരിട്ട് കാണില്ല. ദ്വാരക സമുദ്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തിരോധാനം ചെയ്തതോടെ, ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു സ്വധാമത്തിൽ പോയതോടെ ഈ ദ്വാരക മുഴുവനും സമുദ്രത്തിൽ താഴ്ന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിലിരുന്ന് അപ്രതീക്ഷമായി. എന്നാൽ ഈ ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ മാത്രം ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശം കരയോട് ചേർന്നു. അങ്ങനെ എടുത്ത് ആരാധിക്കുന്ന വിഗ്രഹമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തൊരു കൃഷ്ണ ഭഗവാനുണ്ട്. പോയിട്ടുണ്ടോ? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറന്മുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, കാസർഗോഡ്, കണ്ണൂരിലൊരു പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രമുണ്ട്. അറിയാമോ? കണ്ണൂരുകാരെങ്കിലും ഉണ്ടോ ഇവിടെ? കണ്ണൂർ അവിടെ ഈ വലിയ ഓട്ടവും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ, പിന്നെ ഗോകർണത്തിലുള്ളത്, ഈ എല്ലാ വിഗ്രഹങ്ങളും ഒരു കാലഘട്ടത്ത് ദ്വാരകയിൽ ഇരുന്ന് വിഗ്രഹങ്ങളാണ്. മാതാജിക്ക് സ്ഥലമില്ലേ? ഒരാൾക്ക് ഇവിടെ വരാം. മാനസി മാതാജി അവിടെ ടെറസിൽ അവിടെ ഇരുന്നു. എവിടെ നിർത്തി? ഉടുപ്പി. എത്ര പേര് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്? ഒരുപാട് പേര് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ആ വിഗ്രഹം ദ്വാരകയിൽ രുക്മിണി പൂജിച്ച വിഗ്രഹമാണ്. ഏത്? ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദേവകി മാതാവ് ഒരു ദിവസം, ഈ ദ്വാരകയിൽ നടന്ന സംഭവമാണ്. ദേവകി ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ, നിന്റെ ലീലകളിൽ വച്ച് തന്നെ ഏറ്റവും മധുരമായ ലീല, കൃഷ്ണൻ്റെ ലീലകളിൽ ഏറ്റവും മാധുര്യം കൂടിയ ലീല ഏതാണ്? ഭഗവാന്റെ ഒരുപാട് ലീലകളുണ്ട്. കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്തു, വെണ്ണ മോഷ്ടിച്ചു, പിന്നെ പാണ്ഡവരുടെ കൂടെ വനത്തിൽ ചുറ്റി നടന്നു. പല പല ലീലകൾ കൃഷ്ണ ഭഗവാനുണ്ടെങ്കിലും ഏത് ലീലയാണ് ഏറ്റവും ഭക്തജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരമായ ലീല? ഏത് ലീല? വൃന്ദാവനം, രാസലീല, ബാല, അതൊക്കെയാണ്. ദേവകി പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്ത്, എനിക്കത് കാണാൻ സാധിച്ചിട്ടേയില്ല. ഭഗവാൻ 10 കൊല്ലം ബാലലീല ചെയ്തപ്പോഴും ദേവകി എവിടെയായിരുന്നു? ജയിലിനകത്ത്, കാരാഗ്രഹത്തായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ദ്വാരകയിൽ വെച്ച് കൃഷ്ണൻ പറഞ്ഞു, ദേവകി പറഞ്ഞു, എനിക്കതെല്ലാം കാണാം. ഏതമ്മയ്ക്കാണ് അവരുടെ കുഞ്ഞിൻ്റെ ആ കുഞ്ഞുകാലത്തുള്ള കളിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടാത്തത്? അല്ലേ?
എത്ര വയസ്സായാലും അമ്മമാർ പറയും, ആ നീ കൂടുതലൊന്നും പറയണ്ട, നീ ഇത്ര ഇരുന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഇത്ര ഇരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും ബാലലീല ഓർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷകരമായ കാര്യം. അതുകൊണ്ടാണ് ദാമോദര മാസത്തിൽ നമ്മളൊരു വരി പറയുന്നത്, ബാലഗോപാലൻ്റെ ലീല മനസ്സിലുള്ളപ്പോൾ വേറെ ഒന്നും വേണ്ട. ഇദം ദേവപൂർണാഥ ഗോപാലഭാലം സദാ മേ മനസ്യ വിരാസ്താം കിം മന്യൈ. ഇദം തേ വപൂർണാഥ ഗോപാലഭാലം. കൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ മനസ്സിലുള്ളപ്പോൾ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ പാട്ട് നമ്മൾ കാർത്തിക മാസത്തിൽ പാടാറുണ്ട്. അപ്പോൾ ദേവകി കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എനിക്കും ആ കുഞ്ഞു ലീലകളെല്ലാം കാണണം. വെണ്ണ മോഷ്ടിച്ചതും വനത്തിൽ ചെന്ന് ഗോപന്മാരുടെ കൂടെ കളിച്ചതും കന്നുകാലികളെ കൃഷ്ണ ഭഗവാൻ മേയ്ക്കാൻ പോയതും എനിക്കത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ ദ്വാരകയിൽ വെച്ച് ഒരു ദിവസം കൃഷ്ണൻ ദേവകിക്ക് എല്ലാ ലീലകളും ഒന്ന് കാണിച്ചു തന്നു. കാണിച്ചു തന്നിട്ട് അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ദേവകി പറഞ്ഞു, എനിക്കിത് കണ്ടുകൊണ്ടേയിരിക്കണം. നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു, സിനിമ കഴിഞ്ഞു, തീർക്കല്ലേ എനിക്ക് കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ബാലലീല കഴിഞ്ഞപ്പോൾ ദേവകിക്ക് വലിയ നിരാശയായി. ദേവകി പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് ഇത് പോവാനേ പാടില്ല, ഇത് എപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? 2 വിഗ്രഹങ്ങൾ ദേവകിക്ക് കൊടുത്തു. കുട്ടി കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും വിഗ്രഹം ദേവകിക്ക് കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരലുണ്ടായ, ഈ മറ്റേ ഒലക്ക, ഈ മറ്റേ മാവൊക്കെ ഇടിക്കാൻ ഒലക്കയും, ഇനിയൊരു കയ്യിൽ പശുക്കളെയെല്ലാം കെട്ടുന്ന കയറും ഉണ്ടായിരുന്നു. ബലരാമൻ്റെ കയ്യിൽ മുസ്ലിയ എന്താ പറയാതെ ഒരു സാധനം, ഒലക്ക പോലത്തെ ഇനിയൊരു സാധനം, ക്ലബ്ബ്, കലപ്പല്ല, മുസലം അല്ലേ, മുസലം. ഗദയല്ല അത്. ശരി, എത്ര പേര് ഉടുപ്പിയിലിരുന്ന് 5 കിലോമീറ്റർ അകലെ സമുദ്രത്തിന് പോകുന്ന ദൂരത്തിൽ മാൽപേ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള? ഉടുപ്പിയിൽ തന്നെ, ഉടുപ്പിയിൽ നിന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലെ ബീച്ചിലേക്ക് പോകുമ്പോൾ അവിടെ ബലരാമൻ്റെ ക്ഷേത്രമുണ്ട്. കയ്യിൽ എന്താ പറയുക അതിന്? മുസലം എന്ന് വെച്ചാൽ എന്താണ്? തോട്ടിയോ? അല്ല, കലപ്പ വേറെ, അത് മറ്റേ കൃഷിക്കാരുടെ കയ്യിലുള്ള സാധനം. കടകോലല്ല, അത് കൃഷ്ണൻ്റെ കയ്യിൽ. ബലരാമൻ്റെ കയ്യിൽ മുസലം, അതെന്തോ ഒരു സാധനമാണ്, ഗദയുടെ വേറൊരു ടൈപ്പാണ്. അങ്ങനെ 2 വിഗ്രഹം കൃഷ്ണൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? ദേവകി ഈ 2 വിഗ്രഹവും ഈ ദ്വാരകയിൽ വെച്ച് കാലാകാലം പൂജിച്ചിരുന്നു. പിന്നെ ഈ ദ്വാരക സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എല്ലാവരുടെ ദൃഷ്ടിയിലിരുന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പോയി. ഈ ദ്വാരകയിൽ വന്നാൽ 1000 വട്ടം ഗുരുവായൂരിൽ പോയത്, 1000 തവണ ഉടുപ്പിയിൽ പോയത്, 1000 വട്ടം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഈ എല്ലാ ക്ഷേത്രത്തിലും പോയതിൻ്റെ 1000 ഗുണം ഫലം ചെയ്യും എവിടെ വന്നാൽ? ദ്വാരക. കാരണം ഈ എല്ലാ വിഗ്രഹങ്ങളുടെയും ഉത്ഭവ സ്ഥലം ഏതാണ്? ദ്വാരകയിൽ. ഈ ദ്വാരകാ മണ്ണിൽ ഒരു വ്യക്തി നിരീശ്വരവാദി, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരുത്തൻ വന്ന് ഉറങ്ങി എണീറ്റ് പോയാൽ പോലും മോക്ഷപ്രാപ്തി ഉറപ്പെന്നാ പറയുന്നത്. ഇവിടെ വിശ്വാസമില്ലാതെ വെറുതെ വന്ന് ഉറങ്ങി എണീറ്റ് പോയാലും എന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നാ പറയുന്നത്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ
രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. रुक्मिणी द्वारकाधीश भगवान की. ശ്രീകൃഷ്ണ ഭഗവാൻ 125 വർഷമാണ് ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ ലീലകളാടിയത്. ഭഗവാൻ 125 വർഷം ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ ഏകദേശം 110-112 വയസ്സാണ്. അപ്പോഴാണ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ 50-60 ആയാൽ നമുക്ക് നിലത്തിരിക്കാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല അല്ലേ? കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം ചെയ്തപ്പോൾ എത്രയാ? 112 വയസ്സ്. അപ്പോൾ ഭീഷ്മർക്ക് 600 വർഷമാണ് വയസ്സ്. 600 വയസ്സാണ്. ഈ 125 വർഷം ഭഗവാൻ ഭൂമിയിലിരുന്നതിൽ വൃന്ദാവനത്തിൽ 10 കൊല്ലമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വിദ്യാഭ്യാസം കൃഷ്ണ ഭഗവാൻ സ്കൂളിലേക്ക് പോയി. ആ സ്കൂളുള്ളത് ഉജ്ജയിൻ, മഹാകാലേശ്വർ സാന്ദീപനി മഹർഷിയുടെ ആശ്രമം ഉജ്ജയിൻ. ഉജ്ജയിൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉജ്ജയിൻ 2 പേര്. ഉജ്ജയിനിലാണ് കൃഷ്ണ ഭഗവാൻ സ്കൂളിൽ പോയത്. മൊത്തം എത്ര വർഷം കൃഷ്ണൻ പഠിക്കാൻ പോയി? 64 ദിവസം സ്കൂളിലേക്ക്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല, കുറേ കൊല്ലം വെറുതെ പോയി കളഞ്ഞു. കൃഷ്ണൻ മൊത്തം 64 ദിവസമേ സ്കൂളിൽ പോയി ഉജ്ജയിൻ. പിന്നെ അവിടെ ഇരുന്ന് ഹസ്തിനാപുരം ഇതൊക്കെ വന്നു, ദ്വാരക. പക്ഷേ കൃഷ്ണ ഭഗവാൻ തൻ്റെ 125 വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ താമസിച്ച സ്ഥലം ഏതാണ്? ദ്വാരകയാണ്. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ദ്വാരകയാണ്. ഇവിടെയാ ഭഗവാൻ 16,108 പത്നിമാരെ വിവാഹം ചെയ്യുന്നത് അല്ലേ? ഇവിടെ ആരെങ്കിലും 2-3 വിവാഹം കഴിച്ചവരുണ്ടോ? ഇല്ല. ഒന്ന് തന്നെ വലിയ പാടാണ്. 16,108 വിവാഹം. സുധാമയെ കണ്ട്, കുചേലനെ കണ്ടത് ഇവിടെ വെച്ച. പിന്നെ പല പല യുദ്ധങ്ങൾ ചെയ്തതും അവസാനം സപ്തഋഷികളെ കാണുന്നതും ഇതെല്ലാം ഈ ഭൂമിയിൽ വെച്ചാണ്. ദ്വാരക. ദ്വാരക, ദ്വാരം എന്നാൽ കവാടം എന്നർത്ഥം. അർക്ക എന്ന് വെച്ചാൽ സൂര്യൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ നാട്ടിലേക്ക് ഒരിക്കൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ ഒരു ജീവിതം നമുക്കില്ല എന്നാണ്. ദ്വാരക സന്ദർശിച്ചവർക്കെല്ലാവർക്കും ഈ ജന്മത്തിൻ്റെ അവസാനം ഈശ്വരൻ്റെ ധാമത്തിലേക്ക്, സ്വധാമത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ദിവസവും നാരദ മഹർഷിയും സപ്ത ഋഷിമാരും പാണ്ഡവരും ഇവിടെ എല്ലാം എന്നും അവർ കയറി ഇറങ്ങുമായിരുന്നു. ഇപ്പം നമ്മൾ നടന്ന ചെറിയ ഒരു സ്ഥലമാണ് ദ്വാരക എന്ന് പറയുന്നത്. വലിയ നഗരമൊന്നല്ല. കാരണം ഭഗവാൻ പണിത വലിയ കൊട്ടാരവും നഗരവും എന്തായി? സമുദ്രത്തിൽ പോയി. ഇന്ന് നമ്മൾ കാണുന്നത് ആ ദ്വാരകാപുരിയുടെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു പ്രദേശം. ഇവിടെ 2-3 തെരുവുകളുണ്ട്, അത്രയേ ഉള്ളൂ.
നാളെ നമ്മൾ സമുദ്രത്തിൽ ഒരു ദ്വീപിലേക്ക് പോകും. അതായത് ദ്വാരകയുടെ ഒരു അവശിഷ്ടം, അത്രയേ, ബേട്ട് ദ്വാരക എന്ന് പറയും. ബാക്കി ഒറിജിനലെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. പക്ഷേ ഇവിടെ നിത്യമായി നാരദ മഹർഷിയും പാണ്ഡവരും സപ്തഋഷിമാരും ദേവഗണങ്ങളും ബ്രഹ്മാവും മഹാദേവനും ഇവരെല്ലാം കൃഷ്ണ ഭഗവാനെ കാണാൻ നിരന്തരം വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലത്തെല്ലാം ഭഗവാന്റെ കാൽപാദം പതിഞ്ഞതും. അതുകൊണ്ട് ഇതൊരു മഹാഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ദ്വാരക വന്ന് കാണാൻ സാധിക്കുന്നത്. അതും ഭക്തജനങ്ങളോടൊപ്പം വരുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം ഒറ്റയ്ക്ക് വന്നാലും നമ്മൾക്ക് ഈ ചെറിയ ചെറിയ മഹിമകളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഭക്തജനങ്ങളോട് വരുന്നത് വലിയ ഭാഗ്യമാണ്. ഇവിടെ വെച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് തൻ്റെ സ്വന്തം സഹോദരിയെ തട്ടിക്കൊണ്ടുപോകാൻ ഐഡിയ കൊടുക്കുന്നത്. കൃഷ്ണ ഭഗവാന്റെ സഹോദരി ആരാണ്? സുഭദ്ര. അർജുനൻ ഒരു ദിവസം വന്ന് പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്ത്, കൃഷ്ണ, എനിക്ക് സുഭദ്രയെ വലിയ ഇഷ്ടമാണ്, വിവാഹം കഴിപ്പിച്ചു കൊടുക്കോ എന്ന് ചോദിച്ചു. ഇത് ചോദിക്കുമ്പോൾ അർജുനന് ഓൾറെഡി 4-5 ഭാര്യമാരുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഒരാൾ സമ്മതിക്കത്തില്ല. ആര് സമ്മതിക്കില്ല? ബലരാമൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഞങ്ങൾ 2 പേര് അറിയാതെ തട്ടിക്കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലീലകൾ. അങ്ങനെ അനേകം ലീലകൾ നടന്ന സ്ഥലമാണ് ഏത്? ഈ ദ്വാരക. ഈ ദ്വാരക ഭഗവാൻ സൃഷ്ടിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം മാമനെ കൊന്നു. ആരാണ് മാമൻ? കംസൻ. ഇതുകൊണ്ട് കേരളത്തിലൊരു അന്ധവിശ്വാസമുണ്ട്. കുഞ്ഞ് അഷ്ടമിയിൽ ജനിച്ചാൽ തായ്മാമന് ദോഷമാണെന്ന് പേടിക്കുന്ന കൂട്ടരൊക്കെ ഉണ്ട്. കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കൃഷ്ണനുണ്ടാകും, ഓടക്കുഴൽ കാണില്ല, ഇല്ലേ? വെച്ചാൽ വീട്ടിലുള്ള പൈസയെല്ലാം ഊതിപ്പറത്തിക്കളയും എന്നാണ് പേടി. പിന്നെ കുരുക്ഷേത്ര ഫോട്ടോ വീട്ടിൽ വെക്കില്ല, അടിയുണ്ടാവും അത്ര. അല്ലെങ്കിൽ അവരുടെ വീട് ശാന്തിയും സമാധാനത്തോട് പോകുന്ന സ്ഥലമാണല്ലോ, അത് വെച്ചാൽ അടിയുണ്ടാകും. പിന്നെ കുട്ടി അഷ്ടമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആർക്ക് ദോഷമാണ്? അമ്മാവന് ദോഷമാണെന്നൊക്കെ പറയും. അമ്മാവൻ കംസനാണെങ്കിൽ ചിലപ്പോൾ ദോഷമായിരിക്കും. അപ്പോൾ കൃഷ്ണ ഭഗവാൻ വന്നിട്ട് കംസനെ കൊന്നു. കംസനെ കൊന്നപ്പോൾ വയസ്സ് 10 കൃഷ്ണ ഭഗവാൻ. ഭാഗവതത്തിൽ മനോഹരമായ ഒരു കഥയാണ്. കൃഷ്ണനും ബലരാമനും ഒരു ആനയെ കൊന്ന് ആനയുടെ തന്തം കൊമ്പെടുത്ത് തോളിൽ വെച്ച്, ആനയുടെ പേരെന്താ? കുവലയ വീടത്തിനെ കൊന്ന് അതിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കംസനെ കാണാൻ പോയി. കംസൻ ഭയന്ന് മുന്നിൽ 4 മല്ലന്മാരെ നിർത്തിയിരിക്കുക. മുഷ്ടിക, ചാണൂര, ഇങ്ങനെ 4 എണ്ണത്തിന് നിർത്തിയിരിക്കുക. അവരെയും കൊന്ന് കംസനെയും കൊന്നു. കംസനെ കൊന്നപ്പോൾ ജരാസന്ധന് വലിയ ദേഷ്യമായി. ജരാസന്ധൻ ആരാണെന്ന് ചോദിച്ചാൽ, കംസൻ വന്നിട്ട് ജരാസന്ധൻ്റെ 2 പെൺമക്കളെയാ വിവാഹം കഴിച്ചിരിക്കുന്നത്. ജരാസന്ധൻ്റെ മരുമകനാണ് കംസൻ. അപ്പോൾ കൃഷ്ണൻ കംസനെ കൊന്നതുകൊണ്ട് ആർക്ക് ദേഷ്യമായി? ജരാസന്ധന് ദേഷ്യമായി. അപ്പോൾ ജരാസന്ധൻ എന്ത് ചെയ്തു? കംസനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് മഥുരയെ ആക്രമിച്ചു. മഥുര ഒറിജിനലി ആരുടെയായിരുന്നു? മഥുര നഗരം മഥുര ആരുടെയായിരുന്നു? ഉഗ്രസേന രാജാവിൻ്റെ ആയിരുന്നു. കംസൻ ഉഗ്രസേന, ദേവകി, വസുദേവരെ എല്ലാം കാരാഗ്രഹത്തിൽ ബന്ധിച്ച് കംസൻ പിടിച്ചെടുത്തു. കൃഷ്ണ ഭഗവാൻ കംസനെ കൊന്ന് വീണ്ടും ഉഗ്രസേന രാജാവിനെ, അല്ലേ? ഇതാണ് ഭഗവാന്റെ ഒരു മനോഹരമായ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളേതെങ്കിലും പിടിച്ചെടുത്താൽ നമ്മുടെ പോക്കറ്റിൽ ഇടും. ഇനിയൊരാൾക്ക് കൊടുക്കോ? കംസനെ കൊന്ന് മഥുരാപുരിയെ വീണ്ടെടുത്ത കൃഷ്ണൻ മഥുരാപുരിയെ ആർക്ക് കൊടുത്തു? ഉഗ്രസേന മഹാരാജാവിന് കൊടുത്തു. കൃഷ്ണൻ്റെ ഒരു മനോഹരമായ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം എൻ്റേത് എൻ്റേത് എന്ന് കെട്ടിപ്പിടിക്കത്തില്ല. ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു,
6 മാസം നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനം നിങ്ങളുടേതല്ല. വീട്ടിൽ അലമാറയിൽ 6 മാസമായി യൂസ് ചെയ്യാത്ത ഡ്രസ്സ് എത്ര പേർക്കുണ്ട്? ആർക്കും ഇല്ലേ? 6 മാസമായിട്ട് യൂസ് ചെയ്യാത്തത് ഉണ്ടല്ലോ. എന്തെല്ലാം നമ്മൾ 6 മാസത്തിന് കൂടുതൽ യൂസ് ചെയ്തില്ല, അതെല്ലാം നമ്മുടേതല്ല. എന്നോ ഒരു ദിവസം അതെനിക്ക് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആ ദിവസം ഇനി ഒരിക്കലും വരില്ല. ചില സ്ത്രീകൾക്കൊരു അന്ധവിശ്വാസമുണ്ട്, ഞാൻ മെലിഞ്ഞാൽ ഈ ഉടുപ്പിടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. 20 കൊല്ലമായിട്ട് 6 മാസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ആർക്ക് സ്വന്തമല്ല? നമുക്ക് സ്വന്തമല്ല. ഒരു ആത്മീകവാദിയുടെ മനോഹരമായ ഗുണമാണത്. അപ്പം കംസൻ എന്ത് ചെയ്തു? ഭഗവാൻ കംസൻ്റെ കയ്യിലിരുന്ന് മഥുരാപുരിയെ തിരിച്ചു പിടിച്ചെടുത്തിട്ട് ആർക്ക് കൊടുത്തു? ഉഗ്രസേന രാജാവിന് കൊടുത്തു. അവിടെ ഒരു പ്രജയായാണ് കൃഷ്ണൻ ജീവിച്ചിരുന്നത്. പക്ഷേ ജരാസന്ധൻ വിട്ടില്ല. ഓരോ തവണയും കൃഷ്ണനെ ആക്രമിക്കും, യുദ്ധം ചെയ്യും, തോറ്റിട്ട് പോകും. തോറ്റിട്ട് പോയിട്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയും, അങ്ങനെ ഒന്നും നീ വിട്ടുകൊടുക്കണ്ട, നീ പേടിക്കണ്ട, അവ ഒരു ചെറിയ പശുക്കളെ മേച്ച് നടക്കുന്ന ഒരു ബാലൻ, നിന്നെ തോൽപ്പിക്കാൻ എന്താ കഴിവുണ്ട്, നമ്മളൊക്കെ കൂടെ ഉണ്ട്, വാ എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടാമത് ഉന്തി തള്ളിക്കൊണ്ടുവരും. വീണ്ടും തോൽക്കും, വീണ്ടും പോകും, വീണ്ടും ഫ്രണ്ട്സ് വരും. ഇങ്ങനെ 18 പ്രാവശ്യം ജരാസന്ധനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. ഇങ്ങനത്തെ വേണ്ടാത്ത ഫ്രണ്ട്സ് നമുക്കുണ്ടോ ഇല്ലേ? എല്ലാവർക്കും കാണും. അതുകൊണ്ട് ആരാണ് നമ്മുടെ ഫ്രണ്ട്സ് അത് തിരഞ്ഞെടുക്കണം എന്നാ ഭാഗവതം പറയുന്നത്. സുഹൃത്തുക്കൾ കണ്ണാടിയെ പോലെയും നിഴലിനെ പോലെയും 2 കൂട്ടരുണ്ട്. 2 ടൈപ്പ് ഫ്രണ്ട്സാണ് എല്ലാവർക്കും ഉള്ളത്. എങ്ങനത്തത്? കണ്ണാടിയെ പോലെയും നിഴലിനെ പോലെയും. ചില ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ എന്ത് മണ്ടത്തരം പൊട്ടത്തരം ചെയ്താലും നന്നായിരുന്നു കേട്ടോ, പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, നമ്മളെ കൊണ്ടുപോയി എല്ലാ കുഴിയിലും ചാടിക്കും. വേറെ ചില ഫ്രണ്ട്സ് ഉണ്ട്, എത്ര നല്ലത് ചെയ്താലും കുറച്ച് കുറ്റം പറയും, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറയും. ഈ 2 കൂട്ടരിൽ ഏത് ഫ്രണ്ട്സാണ് നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുന്നത്? ഒന്ന് നിഴലിനെ പോലെ, ഇനിയൊന്ന് കണ്ണാടിയെ പോലെ. നിഴൽ ആരാണ്? ഏത് മണ്ടത്തരം ചെയ്താലും നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ നന്നായിരുന്നു. കണ്ണാടി ഏതാണ്? നല്ലത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. നമുക്ക് ഏത് ഫ്രണ്ട്സാണ് യൂസ്ഫുൾ? കണ്ണാടിയാണോ നിഴലാണോ? കണ്ണാടി. പക്ഷെ നമുക്ക് ആരെയാ ഇഷ്ടം? നിഴലാ നമുക്കിഷ്ടം അല്ലേ? നമ്മളെപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്നവരെ ഇഷ്ടം. ആർക്കെങ്കിലും ഇവിടെ ആരെങ്കിലും പ്രശംസിച്ചാൽ ഇഷ്ടമല്ല എന്നുള്ളവരുണ്ടോ? അയ്യോ എന്നെ ആരും പ്രശംസിക്കരുത്, എനിക്ക് ഇഷ്ടമേ അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ജരാസന്ധന് അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ജരാസന്ധനെ സ്ക്രൂ ചെയ്ത് 17 പ്രാവശ്യം യുദ്ധം ചെയ്ത് 17ഉം തോറ്റു. ആര്? ജരാസന്ധൻ. 17ഉം തോറ്റു. എന്നാൽ 18ാമത്തെ പ്രാവശ്യം വീണ്ടും. ഈ ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും എത്രായിരം ജനങ്ങളാ മരിക്കുന്നത്. 18ാമത്തെ പ്രാവശ്യം ജരാസന്ധൻ തൻ്റെ സൈന്യത്തിനെ തയ്യാറാക്കി എന്ന് കേട്ടപ്പോൾ കൃഷ്ണ ഭഗവാൻ ബലരാമൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മണ്ടന് എത്ര അടി കിട്ടിയാലും മതിയാവില്ല. വീണ്ടും യുദ്ധം എടുത്തോണ്ട് വീണ്ടും ഇവൻ തോൽക്കാൻ പോകുന്നു. എന്താ ചെയ്യുക? ഈ ഒരു രാജാവ് കാരണം, ഈ ഒരു മണ്ടൻ കാരണം എത്രായിരം പേരാ മരിക്കുക. അപ്പോൾ ഭഗവാനും ബലരാമനും ഒരു സൂത്രം ചെയ്തു. എന്താണ്? ഉദ്ധവരെ വിളിച്ച് രാത്രിക്ക് രാത്രി മഥുരാപുരിയിലുള്ള എല്ലാവരെയും ഈ ദ്വാരകയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഉദ്ധവര് മഥുരാപുരിയിലുണ്ടായിരുന്ന അത്ര പശുക്കൾ ഉൾപ്പെടെ, മയിലും മാനും മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും എവിടെ കൊണ്ടുവന്നു? മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണനും ബലരാമനും ജരാസന്ധൻ 18ാമത്തെ തവണ ആക്രമിക്കാൻ തയ്യാറായ സമയത്ത് ഭയന്നു ഓടിയതുപോലെ ഓടി. ജരാസന്ധൻ നിലവിളിച്ചു, ഭീരു
എന്താ വലിയ പരാക്രമി യുദ്ധവീരശൂരന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നേരെ യുദ്ധം ചെയ്യാൻ ഭയന്നു ഓടുന്നു. അങ്ങനെ കൃഷ്ണ ഭഗവാനെ രണച്ചോർ എന്ന് വിളിച്ചു. രണച്ചോർ എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിലിരുന്ന് പേടിച്ചു ഓടിയവൻ. അത് നല്ല പേരാ. കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കുറേ പേരുണ്ട്. മാക്കന് ചോർ, വെണ്ണ മോഷ്ടിച്ചത്. രണച്ചോർ, യുദ്ധഭൂമിയിലിരുന്ന് പേടിച്ചു ഓടിയത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിലവിളിച്ചു. കൃഷ്ണനും ബലരാമനും ഭയന്നു ഓടുന്നത് പോലെ ഓടി വന്ന് ഇവിടെ ഇരുന്ന് ഒരു 40 കിലോമീറ്റർ അകലെ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ കയറി ജരാസന്ധൻ പേടിച്ച് മലയിൽ മീതെ കയറി ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ജരാസന്ധൻ ആ മുഴുവൻ മലയ്ക്കും തീ വെച്ചു. കൃഷ്ണനും ബലരാമനും മലയിലിരുന്ന് ആ കുന്നിലിരുന്ന് സമുദ്രത്തിനകത്ത് ചാടി സമുദ്രത്തിൻ്റെ അകത്ത് അതിമനോഹരമായ ഒരു നഗരം സൃഷ്ടിച്ചു. ആ നഗരത്തിൻ്റെ പേര് ദ്വാരക. ഒരിക്കൽ പ്രവേശിച്ചാൽ പുനർജന്മമില്ല, അങ്ങനെ ഒരു നഗരം. നമ്മുടെ മന്ത്രിമാരെല്ലാം പാലം പണിയണു, ഒരു കൊല്ലത്തിൽ അത് പൊട്ടി നിലത്ത് വീണു. കൃഷ്ണ ഭഗവാൻ, ഇത് വെറും കഥയല്ല, ഇത് സത്യമാണ്. എത്രയോ ആൾക്കാർ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചെന്ന് ദ്വാരക കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ജോഗ്രഫിക് ചാനലിൻ്റെ, നാഷണൽ ജോഗ്രഫിക് ചാനലിൻ്റെ 2 വലിയ വീഡിയോ ഉണ്ട് ദ്വാരകയെക്കുറിച്ച്. ഇന്നും ആ കൊട്ടാരങ്ങളുടെ അവശിഷ്ടം എവിടെയുണ്ട്? സമുദ്ര. അതിമനോഹരമായ 1000കണക്കിന് കൊട്ടാരങ്ങൾ. ആ കൊട്ടാരങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയത്? ആ കല്ലും മണ്ണും കൊണ്ടല്ല, സ്ഫടികവും നവരത്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അതിമനോഹരമായ കൊട്ടാരം. അതിൽ കൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിന് ഒരു പ്രത്യേക പേര് സുധർമ്മ. കൃഷ്ണൻ്റെ വീട്ടിൻ്റെ പേരെന്താ? സുധർമ്മ. അങ്ങനെയൊക്കെ പറഞ്ഞ അതിമനോഹരമായ നഗരം ഈ സമുദ്രത്തിൽ ഇത് ചെയ്തു. നാരദ മഹർഷി പറഞ്ഞു, ഈ വെള്ളം, സമുദ്രവെള്ളം എടുത്ത് തലയിൽ വെച്ചാൽ തന്നെ മഹാപുണ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ദ്വാരകാ നഗരത്തിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഇനി 2 ദിവസം നമ്മളിവിടെ ഉള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പോകും. രുക്മിണി ദ്വാരകധീശ് ഭഗവാൻ